ഈ കാണുന്നത് ഒരു മെലസ്റ്റോമാറ്റേസി ഫാമിലിയിൽപ്പെട്ട മെലസ്റ്റോമ എന്ന് പറഞ്ഞൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ്. ഇതിപ്പോൾ മലയാളത്തിലൊക്കെ അറിയപ്പെടുന്നത് കദളിപ്പൂവ് അല്ലെങ്കിൽ കലംപൊട്ടി എന്നീ പേരുകളിലാണ്. സയന്റിഫിക് നെയിം പറയുകയാണെങ്കിൽ മെലസ്റ്റോമ മലബാത്രിക്കം. ഇത് മലബാർ റീജിയൻസിലൊക്കെ കണ്ടുവരുന്നതുകൊണ്ടായിരിക്കാം ഇതിന് മലബാത്രിക്കം എന്ന് പറഞ്ഞൊരു പേര് കിട്ടിയത്. പിന്നെ ഇതിൻ്റെ ഒരു കോമൺ നെയിമിലും മലബാർ മെലസ്റ്റോമെ അല്ലെങ്കിൽ ഇന്ത്യൻ റോഡോഡെൻഡ്രോൺ, സിംഗപ്പൂർ റോഡോഡെൻഡ്രോൺ, പ്ലാന്റേഴ്സ് റോഡോഡെൻഡ്രോൺ, സെന്തുദുക്ക് എന്നൊക്കെയാണ്. അപ്പോൾ ഈ കോമൺ നെയിംസ് വെച്ചിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു നേറ്റീവ് എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാവും. മെയിനായിട്ടുള്ളത് ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ ഏഷ്യയിലാണ്, ഇന്ത്യ, സിംഗപ്പൂർ എന്നീ സ്ഥലങ്ങളിൽ. പിന്നെ ഓസ്ട്രേലിയ, വെസ്റ്റേൺ പസഫിക് ഐലൻഡ്സ് എന്നിവിടങ്ങളിലും ഇത് ധാരാളമുണ്ട്. പിന്നെ ഇത് കൂടുതലായിട്ടും ഗ്രാസ് ലാൻഡ്സിലും പിന്നെ ഒരു ചെറിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്സ്കേർട്സ് ഓഫ് ഫോറസ്റ്റിലൊക്കെയാണ് ഇത് കൂടുതലും കണ്ടുവരുന്നത്. ഒരു എലിവേഷൻ ഒരു 100 മീറ്റർ ടു 2800 മീറ്റർ വരെയുള്ള എലിവേഷനിലുള്ള എല്ലാ ഏരിയസിലും ഇത് കണ്ടുവരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു മെഡിസിനൽ ബെനിഫിറ്റ്സിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ പല കൾച്ചേഴ്സിലും ഇതൊരു മെഡിസിനൽ പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് എന്നാണ് ഗൂഗിളിൽ നിന്നൊക്കെ കിട്ടിയേക്കുന്ന ഇൻഫർമേഷൻ. കാരണം ഇതിന് ഒരുപാട് മെഡിക്കൽ പ്രോപ്പർട്ടീസ് തന്നെ ഉണ്ട്. അത് ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് ഉള്ളത് കാരണമാണ്. ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി മൈക്രോബിയൽ, ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസിലേക്ക് ഈ ബയോ ആക്റ്റീവ് കോമ്പണൻസ് ധാരാളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ട്രഡീഷണൽ ടൈംസിൽ ഇത് പലതരം അസുഖങ്ങൾ, അതായത് ഡയറിയ, ഡിസെൻട്രി, പിന്നെ പലതരം മുറിവുകൾ, പിന്നെ സ്കിൻ ഇൻഫെക്ഷൻസ്, ഇതിനൊക്കെ ട്രീറ്റ് ചെയ്യാൻ യൂസ് ചെയ്തു വരുന്ന ഒന്നാണ്. എന്നിരുന്നാലും ഇത് പല റീജിയൻസിലും നോക്സിയസ് വീഡായിട്ട്, അതായത് ദോഷകരമായ കളയായിട്ട് ഇത് കണക്കാക്കപ്പെടുന്നുണ്ട്. അത് കൂടുതലും യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ള റീജിയൻസിലാണ് ഇത് അങ്ങനെ കണക്കാക്കപ്പെടുന്നത്. ഇതിൻ്റെ ചില സ്പീഷീസിലും വെറൈറ്റീസിലൊക്കെ ടോക്സിക് എഫക്ട്സ് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അത് ഒരുപാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജ് ക്വാണ്ടിറ്റീസിൽ കൺസ്യൂം ചെയ്താൽ മാത്രമാണ് ഒരു ടോക്സിക് എഫക്റ്റ് ഉള്ളതായിട്ട് പറയുന്നുള്ളൂ. ഇനി ഇതിൻ്റെ ഒരു ഓവറോൾ ഡിസ്ക്രിപ്ഷൻ, ഈ ചെടിയുടെ ഒരു ഓവറോൾ ഡിസ്ക്രിപ്ഷൻ പറയുകയാണെങ്കിൽ ഇതൊരു 3 മീറ്റർ വരെ പൊക്കം വയ്ക്കുന്ന ഒരു ഷ്രബാണ്. പിന്നെ ഇഷ്ടംമാതിരി പൂക്കളും ഉണ്ടാവും, ഒരുപാട് പൂക്കളും ഉണ്ടാവും, ഒരുപാട് മുട്ടുകളും ഉണ്ടാവും. നല്ല റെഡിഷ് ആയിട്ടുള്ള സ്റ്റെമ്മാണ് ഇതിനുള്ളത്. പ്രായമാകും തോറും അത് കുറച്ചും കൂടെ ഒരു ബ്രിസ്റ്റ്ലി സ്കെയിൽസൊക്കെ ആയിട്ട് കുറച്ചും കൂടെ ഹാർഡൻ ആവും. പിന്നെ ചില മൈന്യൂട്ടായിട്ടുള്ള ഹെയർ പോലെയുള്ള സ്ട്രക്ചേഴ്സ് അതിൻ്റെ ചുറ്റും ഉണ്ടാവും. ഇലകളാണെങ്കിൽ നല്ല ഭംഗിയുള്ള പച്ച ഇലകളാണ് ഇതിനുള്ളത്. അത് തന്നെ നല്ല കണ്ണിൻ്റെ ഷേപ്പിലുള്ള, നല്ല എലിപ്റ്റിക് ഷേപ്പിലുള്ള ഇലകളാണ് ഇതിനുള്ളത്. അതൊരു 7 സെൻറ്റിമീറ്റർ വരെ നീളം വയ്ക്കുന്ന ഇലകളാണ്. പിന്നെ തളിരിലകളാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുള്ളാണ്, നല്ല റെഡ് കളറാണ്, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് അതിൻ്റെ തളിരില കാണാനായിട്ട്. ഇലകളിൽ നല്ല വിസിബിൾ ആയിട്ടുള്ള 3 വെയിൻസ്, അതായത് ഞരമ്പുകൾ ബേസ് ടു അപ്പെക്സ് റൺ ചെയ്യുന്നുണ്ട്. ഒരുപാട് വെറൈറ്റി കളേഴ്സിലും ഇതിൻ്റെ പൂക്കൾ അവൈലബിൾ ആണ്. പിങ്ക്, വയലറ്റ് എന്നീ കളേഴ്സിൽ ഇതിൻ്റെ പൂക്കൾ അവൈലബിൾ ആണ്. പൂക്കളും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് ഒരുപാടും ഉണ്ടാവും. ഇതിൻ്റെ കായകളാണെങ്കിൽ പഴുത്ത് കഴിയുമ്പോഴേക്കും തന്നെത്താനെ ബ്രേക്ക് ആവും. ഒരു ഡീപ്പ് ബ്ലൂ കളർ പൾപ്പാണ് ഇതിനുള്ളത്, അതുപോലെ തന്നെ ഓറഞ്ച് സീഡ്സ്. പിന്നെ ഇതിൻ്റെ ഒരു ഗ്രോയിങ് കണ്ടീഷൻ പറയുകയാണെങ്കിൽ ഒരുപാട് വൈഡ് റേഞ്ച് ഓഫ് സോയിൽസിൽ ഇത് വളരും. അതുപോലെ തന്നെ ഒരു 3000 മീറ്റർ മുകളിലേക്ക് വരെയുള്ള സീ ലെവൽ മുകളിലേക്ക് വരെയുള്ളത് ഏരിയാസിലൊക്കെ തന്നെ ഇത് വളരുന്നതാണ്. നല്ല വെൽ ഡ്രെയിൻഡ് സോയിലായിരിക്കണം, പിന്നെ വാം ടെമ്പറേച്ചേഴ്സ് ആയിരിക്കണം, പിന്നെ ഒരു 26 to 30 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ. ഫ്രോസ്റ്റ് ഇത് ഒരുപാട് സൈക്കിളാണ്, പക്ഷേ കോൾഡ് ക്ലൈമറ്റ് ഇതിൽ ഒരുപാട് പൂക്കളുണ്ടാവാനും ഇതിനൊക്കെ നല്ലതാണ്. എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് നോക്കുകയാണെങ്കിൽ, ഈ ചെടിയുടെ ഒരു എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് നോക്കുകയാണെങ്കിൽ ഇതിനൊരു യുണീക്ക് പ്രോപ്പർട്ടി ഉണ്ട്. ഇത് ഫൈറ്റോ റെമഡിയേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ചെടിയാണ്. അതായത് ഇതൊരു ഹൈപ്പർ അക്യുമുലേറ്റർ ഓഫ് അലൂമിനിയാണ്. അതായത് അലൂമിനിയം കണ്ടൻറ്റ്, മണ്ണിലുള്ള അലൂമിനിയം കണ്ടൻറ്റ് ഒരുപാട് ഈ സാധനം വലിച്ച് ഇതിൻ്റെ അകത്ത് അക്യുമുലേറ്റ് ചെയ്യും. അലൂമിനിയം മാത്രമല്ല, അതുപോലെ തന്നെയുള്ള വേറെയും ഹെവി മെറ്റൽസ് മണ്ണിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ മണ്ണൊന്ന് ശുദ്ധീകരിക്കാനായിട്ട് ഇത് വളരെ നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കൾച്ചറൽ സിഗ്നിഫിക്കൻസിന് പറയുകയാണെങ്കിൽ ഇത് നല്ലൊരു ഓർണമെൻറ്റൽ പ്ലാന്റ് തന്നെയാണ്. ഒരുപാട് പൂക്കളും മുട്ടുകളും കാര്യങ്ങളും ഉള്ള ഒരു ഓർണമെൻറ്റൽ പ്ലാന്റ് ആണ്. നല്ല ഭംഗിയാണ് ഇത് ഗാർഡനിൽ ഉള്ളത്. പിന്നെ അധികം വലിയ ടോക്സിറ്റി ഒന്നും ഇല്ലാത്ത കാരണം തന്നെ നല്ലൊരു ഗാർഡൻ ആഡ് ഓൺ തന്നെയാണ് ഏതൊരു വീട്ടിലാണെങ്കിലും. അതുമാത്രമല്ല ഇതിൻ്റെ മെഡിക്കൽ ആപ്ലിക്കേഷൻസ് തന്നെ ഒരുപാട് കൾച്ചേഴ്സിൽ ഇത് മെഡിസിൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കൂടുതലും ഇതിൻ്റെ ഇലകളും പൂക്കളുമാണ് ഇതിൻ്റെ ഹെർബൽ റെമഡീസിന് യൂസ് ചെയ്തു വരുന്നത്. പിന്നെ പല കൾച്ചേഴ്സിലും റിച്വൽസിലൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട് എന്നാണ് പല നെറ്റിൽ നിന്ന് കിട്ടിയേക്കുന്ന ഇൻഫർമേഷൻ. അപ്പോൾ അത് കറക്റ്റാണോ, എത്രമാത്രം കറക്റ്റാണ് എന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.